ഫീസ് അടയ്ക്കാനുള്ള പണം കണ്ടെത്താൻ കഴിയാത്തതിനാൽ വീട്ടുകാരറിയാതെ വൃക്ക വിറ്റ വിദ്യാർത്ഥി ഗുരുതരാവസ്ഥയിൽ. 23-കാരനായ ആയുഷ് എന്ന MBA വിദ്യാർത്ഥിയാണ് വൃക്ക വിറ്റത്. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ഇയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ICUയിൽ പ്രവേശിപ്പിച്ചതോടെയാണ് വിവരം പുറം ലോകമറിഞ്ഞത്. മാർച്ച് 21-ാം തീയതി മുസാഫർ നഗറിലെ ആശുപത്രിയിൽ നടത്തിയ ശസ്ത്രക്രിയയിൽ ആയുഷിന്റെ വൃക്ക പരന്തോമർ എന്ന സ്ത്രീക്ക് മാറ്റിവെച്ചിരുന്നു. തുടർന്ന് ഇരുവരുടെയും ആരോഗ്യനില മോശമായതോടെ ലക്നൌവിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലെ അംഗമായ ആയുഷിന് കോളേജ് ഫീസ് അടയ്ക്കാനുള്ള പണം കണ്ടെത്താനായിരുന്നില്ല. ഈ അവസരത്തിലാണ് വൃക്ക നൽകിയാൽ 6 ലക്ഷം രൂപ നൽകാമെന്ന വാഗ്ദാനം ലഭിച്ചത്. ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് പകുതി തുകയും ശേഷമുള്ളത് പിന്നീട് നൽകാമെന്നായിരുന്നു ധാരണ. എന്നാൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം 3 ലക്ഷം രൂപ മാത്രമാണ് ലഭിച്ചതെന്നും ആയുഷ് പറയുന്നു. അതേസമയം അന്വേഷണത്തിൽ രോഗിയായ പഴന്തോമറിൽ നിന്നും ഇടനിലക്കാർ 60 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ടെന്നും ആരോപണമുണ്ട്. പിതാവിന്റെ മരണത്തിന് ശേഷം കുടുംബം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നുവെന്നും 2 മാസമായി ഫീസ് അടയ്ക്കാത്തതിനാൽ പഠനം നിർത്തേണ്ട അവസ്ഥയിലുമായിരുന്നുവെന്നും യുവാവ് പറയുന്നു. വൃക്ക വിൽക്കാനുള്ള തന്റെ തീരുമാനം അബദ്ധമായിരുന്നുവെന്ന് യുവാവ് പറയുന്നുണ്ട്. കൂടാതെ ഇക്കാര്യം തന്റെ അമ്മയോട് പറയരുതെന്നും ആയുഷ് ഉദ്യോഗസ്ഥരോട് അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ മകന്റെ അവസ്ഥയറിഞ്ഞ അമ്മ കടുത്ത മാനസിക സംഘർഷത്തിലാണ്. അനധികൃത വൃക്ക വിൽപ്പനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഇടനിലക്കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്.